കൂടുതൽ റിലേഷൻഷിപ്സും എൻഡ് ആവുന്നത് വലിയ കാര്യങ്ങൾ കൊണ്ടല്ല. ഫ്രീക്വൻ്റ് ആയി നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കുറേ റിപ്പീറ്റഡ് ആയി സംഭവിക്കുന്ന സമയത്താണ് റിലേഷൻഷിപ്സ് ഇല്ലാതാവുന്നത്. നമ്മൾ ആ റിലേഷൻഷിപ്പിലുള്ള സമയത്ത് ഈ ചെറിയ ചെറിയ ബിഹേവിയേഴ്സ് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നായിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷേ ഓവർ ദ ടൈം ഇത് ബിൽഡ് ചെയ്ത് അവസാനം നമ്മൾ റിലേഷൻഷിപ്പിൽ തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന, നമ്മൾ ചെറുതാണെന്ന് വിചാരിക്കുന്ന പക്ഷേ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കുറച്ച് ബിഹേവിയേഴ്സിനെ കുറിച്ചാണ്. ആദ്യത്തെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നമ്മുടെ പാർട്ട്ണറിനെ ലിസൺ ചെയ്യാത്തതാണ്. നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിൽ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറ്റൻഷൻ കൊടുക്കും, അവർക്ക് വേണ്ട രീതിയിലുള്ള റെസ്പോൺസ് കൊടുക്കുന്നതായിരിക്കും, മനസ്സിലാക്കുന്നുണ്ടാവും, ഓർത്ത് വെക്കുന്നുണ്ടാവും. പക്ഷേ ഓവർ ദ ടൈം റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ ഒരു ഹാബിറ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത്ര അറ്റൻഷൻ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് ഹേർഡായിട്ട് അവർക്ക് ഫീൽ ചെയ്യാതിരിക്കുന്ന രീതിയിൽ നമ്മളവിടെ ബിഹേവ് ചെയ്യുക. ശരിക്കും ലിസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് കേൾക്കുക എന്നുള്ളതല്ല, അത് കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, അതിനുള്ള റെസ്പോൺസ് കൊടുക്കുമ്പോഴാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഈക്വൽ ആയിട്ട് നടക്കുന്നത്. അത് ഓവർ ദ ടൈം ഇല്ലാതാവുന്ന സമയത്ത് നമ്മുടെ അപ്പുറത്തുള്ള ആൾക്ക് എന്ത് തോന്നും? ഓക്കെ, ഞാൻ പറയുന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഇതൊന്നും ഓർത്ത് വെക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനിവിടെ ഹേർഡ് അല്ല എന്ന് ഫീൽ ചെയ്യുന്ന സമയത്ത് മെല്ലെ മെല്ലെ അത് ഫ്യൂച്ചറിലേക്ക് പോകുന്ന സമയത്ത് അവർ ഓപ്പൺ അപ്പ് ചെയ്യാതെയും അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ബിഹേവിയർ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഇമോഷണൽ അവൈലബിലിറ്റി ആണ്. ഫിസിക്കലി നമ്മൾ നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് പ്രസൻ്റ് ആയിരിക്കും, പക്ഷേ ഇമോഷണലി നമ്മൾ അവൈലബിൾ ആയിരിക്കില്ല. പലപ്പോഴും ഒരു റിലേഷൻഷിപ്പിനെ ഇൻറ്റൻസ് ആക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഒരു ക്ലോസ്നെസ് കൊണ്ടുവരുന്ന രണ്ടുപേരും ഇമോഷണലി സപ്പോർട്ട് ചെയ്യുമ്പോഴും അവൈലബിൾ ആകുമ്പോഴുമാണ്. പക്ഷേ അങ്ങനെയില്ല, ഒരു ഇമോഷണലി തീരെ അവൈലബിൾ അല്ല, ഫിസിക്കലി അടുത്തുണ്ടായിട്ട് മാത്രം ആ റിലേഷൻഷിപ്പ് ഓക്കെ ആവുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള ചിന്താഗതിയാണ്. സോ ഇമോഷണലി നമ്മൾ അവൈലബിൾ ആവുക, അവർക്ക് അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാനും നമുക്ക് തുറന്നു പറയാനും അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ലാത്ത പക്ഷം റിലേഷൻഷിപ്സിൽ ഡിസ്റ്റൻസ് വരാനും അത് പിന്നെ നമ്മുടെ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ബാധിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇഗ്നോറിങ് ദ ബിഡ് ഫോർ കണക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ റിലേഷൻഷിപ്പിലുള്ള സമയത്ത് നമുക്ക് ഏറ്റവും വേണ്ടത് എഫെക്ഷൻ, കെയർ, കണക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടൊക്കെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ പാർട്ട്ണർ അതിന് വേണ്ടി അവർ നമ്മളടുത്ത് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് ഇന്ന് എങ്ങനെയായിരുന്നു ദിവസം, അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെയാണ് വർക്കിലുണ്ടായത് എന്നുള്ളത് കുറച്ചും കൂടി ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാനും കാര്യങ്ങൾ അറിയാനും ആ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാനും വേണ്ടി ചോദിക്കുന്നതാണ്. ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇന്നൊന്ന് പുറത്തു പോയാലോ എന്ന് പറയുന്നത്. അപ്പോൾ പല ആൾക്കാരും അതിനെന്ത് ചെയ്യും? നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, നമുക്ക് പുറത്ത് പോകാമെന്ന് പറയുമ്പം ആ ഒരു കണക്ഷൻ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അതിൻ്റെ പകരം നമ്മൾ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന് റെസ്പോൺസ് കൊടുക്കുന്നില്ല, നീ ഒന്ന് മിണ്ടാണ്ടിരിക്കുമോ എന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്ന സമയത്ത് ഇത് ചിലപ്പോൾ നിങ്ങൾ ടയേർഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ഇങ്ങനെ പ്രതികരിക്കുന്നത്. പക്ഷേ ഓവർ ദ ടൈം നിങ്ങളുടെ ഇടയിലുള്ള ഒരു കണക്ഷൻ ഡിസ്റപ്റ്റ് ചെയ്യാനും ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് കൂട്ടാനും ഇങ്ങനത്തെ റെസ്പോൺസസ് കാരണമാകുന്നതാണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ക്രിറ്റിസിസം ഇൻസ്റ്റെഡ് ഓഫ് എക്സ്പ്രഷൻ ആണ്. പലപ്പോഴും നമ്മൾ റിലേഷൻഷിപ്പിൽ കാണുന്നൊരു ബിഹേവിയർ ആണ്, നീ അങ്ങനെ ചെയ്തില്ല, നീ ഇങ്ങനെ ചെയ്തില്ല, നീ എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ക്രിറ്റിസിസം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് പകരമായിട്ട് ഇപ്പോൾ നമ്മൾ ഫീലിങ്സ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നീ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് വിഷമമായി, ഇങ്ങനെ ചെയ്യായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഹാപ്പി ആയിരുന്നു. അപ്പോൾ കുറച്ചും കൂടി നമ്മളുടെ ഫീലിങ്സ് ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ട് മുന്നോട്ട് പോകാനും നമ്മുടെ ഓപ്പോസിറ്റുള്ള പാർട്ട്ണറിന് അതൊരു ബ്ലെയിമായിട്ട് തോന്നാത്തൊരു രീതിയിൽ ഫീൽ ചെയ്യുകയും ചെയ്യും. പക്ഷെ പലപ്പോഴും പാർട്ട്നേഴ്സ് ഈ ഒരു മെൻറ്റാലിറ്റി എടുക്കാറില്ല. കാരണം ഇമോഷണലി നമ്മൾ അത്രയും ഹൈ ആവുന്ന സമയത്ത് നമ്മൾ അവരെ ബ്ലെയിം ചെയ്യാനും ക്രിട്ടിസൈസ് ചെയ്യാനും മാത്രമായിരിക്കും നോക്കുന്നത്. അപ്പോൾ ആ പാർട്ട്ണർ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രിറ്റിസിസവും ബ്ലെയിമും ആ റിലേഷൻഷിപ്പിൽ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തതായി റിലേഷൻഷിപ്പിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാസീവ് അഗ്രഷൻ ആണ്. പലപ്പോഴും നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, വീട്ടിൽ അച്ഛനും അമ്മയും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അമ്മ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, പക്ഷേ അടുക്കളയിൽ പോയി പാത്രങ്ങളൊക്കെ കൊട്ടി വെക്കുന്നു, അതിൽ അമർത്തി അടയ്ക്കുന്നു. അപ്പോൾ ഇതിനാണ് നമ്മൾ പാസീവ് അഗ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡയറക്റ്റ്ലി എന്താ പ്രശ്നം എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ നമ്മളെ ബിഹേവിയേഴ്സ് അത് കാണിക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ വിളിച്ച് അവരെ മുഖത്തേക്ക് നോക്കില്ല, ഐ കോണ്ടാക്ട് ഉണ്ടാവില്ല, സംസാരിക്കുമ്പോൾ വളരെ കോൾഡായിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഈ ബിഹേവിയർ ഇങ്ങനെ എന്തുകൊണ്ടാണ് ആയത് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതും റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷനും ഇഷ്യൂസും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോൺവെർസേഷൻസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിൽ എപ്പോഴാണെങ്കിലും ഈസി കോൺവെർസേഷൻസും ഉണ്ടാവും, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾക്ക് അതേപോലെ തന്നെ സംസാരിക്കാൻ പറ്റണം. പലപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ചില ആൾക്കാർ വിചാരിക്കും അതൊന്നും പറയണ്ട, പറഞ്ഞിട്ട് ഇനി കൂടുതൽ വഷളാക്കണ്ട എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഡിസ്കസ് ചെയ്യാത്ത ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോൺവെർസേഷൻസ് തന്നെ മാഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല. അത് റിലേഷൻഷിപ്പിൽ ഒരു ഇഷ്യൂ തന്നെയാണ്. രണ്ടുപേരും സംസാരിച്ച് അത് ഡീൽ ചെയ്യുക, അതിലേക്ക് മുന്നോട്ട് പോകാമെന്ന് പറയുന്ന ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാത്ത പക്ഷം അത് അവിടെ കിടന്ന്
വളരെയധികം മുന്നോട്ട് പോയി ഒരു മോർ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ പാർട്ട്ണറിനെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കുക. അതായത് റിലേഷൻഷിപ്പിന് തുടക്കത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും നല്ല രീതിയിൽ എഫേർട്സ് ഉണ്ടാകും, അവർക്ക് വേണ്ട രീതിയിൽ ലവ് ലാംഗ്വേജസ് കാണിക്കുന്നുണ്ടാവും. പക്ഷേ വൺസ് യു അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഇത് എൻ്റെ ഒരാളാണ്, ഇയാൾ ഇവിടെ ഉണ്ടാവും എന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കുറയുക. നമ്മളവർ ഗ്രാൻറ്റഡ് ആയിട്ട് എടുക്കുക, നമ്മുടെ എഫേർട്സ് കുറയുക. അല്ലെങ്കിൽ ഇവൻ എവിടെയും പോവില്ല, ഇവൾ എവിടെയും പോവില്ല, എനിക്ക് ഞാനായിട്ട് ഇങ്ങനെയൊക്കെ നിന്നാൽ മതി, അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്താൽ മതി എന്നുള്ളൊരു തോട്ട് വരുന്ന സമയത്ത് റിലേഷൻഷിപ്പിന് അത് വളരെയധികം നെഗറ്റീവായി ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വളരെ ചെറിയ കാര്യങ്ങളാണ് എന്നുള്ള രീതിയിലായിരിക്കും തോന്നുന്നത്. പക്ഷേ ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ ചെറിയ കാര്യങ്ങൾ ഓവർ ദ ടൈം ബിൽഡ് ചെയ്ത് വരുന്ന സമയത്ത് റിലേഷൻഷിപ്പിൽ ആ ക്ലോസ്നെസ് കുറയ്ക്കാനും ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാതാക്കാനും സ്ലോലി ആ റിലേഷൻഷിപ്പിനെ വരെ ഇല്ലാതാക്കാനും ഒരു കഴിവുള്ള ചെറിയ ചെറിയ ബിഹേവിയേഴ്സാണ്. പലപ്പോഴും ഇത് നമ്മൾ റിലേഷൻഷിപ്പിലുള്ള സമയത്ത് നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ മാറ്റിയെടുക്കാനും സാധിക്കാറില്ല. ചിലപ്പോൾ നമുക്ക് ട്രൈ ചെയ്തിട്ടും അതിന് പറ്റുന്നുണ്ടാവില്ല. സോ ഇഫ് യു ഗോയിങ് ത്രൂ സംതിങ് ലൈക്ക് ദാറ്റ്, ഒരു കപ്പിൾ തെറാപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ പാറ്റേൺസ് മനസ്സിലാക്കാനും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ല ചെറിയ ചെറിയ ഈ സ്മോൾ ബിഹേവിയേഴ്സ് ഉണ്ടാവില്ലേ നമ്മുടെ റിലേഷൻഷിപ്പിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ആ കാര്യങ്ങളൊക്കെ ചാലഞ്ച് ചെയ്ത് കുറച്ചും കൂടി ഹെൽത്തിയർ ആയിട്ടുള്ള പാറ്റേൺസും അതുപോലെ തന്നെ ബിഹേവിയേഴ്സും റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനായിട്ടും കപ്പിൾ തെറാപ്പി ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ അങ്ങനത്തെ ഓപ്ഷൻസ് നോക്കുന്നുണ്ടെങ്കിൽ ഒപ്പത്തിൽ കപ്പിൾ തെറാപ്പിസ്റ്റ് അവൈലബിൾ ആണ്. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് ബിഹേവിയേഴ്സ് ഇല്ലേ, നമ്മൾ സ്മോൾ ബിഹേവിയേഴ്സ് ദാറ്റ് ക്രിയേറ്റ് എ ഹ്യൂജ് ഇമ്പാക്ട്, ഇത് നമ്മൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കാണിക്കാറുണ്ടോ? ഇഫ് യെസ്, കമൻറ്റിൽ ലെറ്റ് us know that. ആൻഡ് ഓൾസോ നിങ്ങൾ റിലേഷൻഷിപ്പ് എത്രത്തോളം ഹെൽത്തി ആണ് എന്നറിയാൻ വേണ്ടി നമ്മൾ ടീം ഓഫ് സൈക്കോളജിസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് അസസ്മെൻറ്റ് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ഫോർ മോർ റിലേഷൻഷിപ്പ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ്, സബ്സ്ക്രൈബ് ടു അവർ പേജ്. താങ്ക് യു.